ഈ ഇലക്ഷനിൽ തോറ്റത് ബി.ജെ.പിയുടെ ഏകാധിപത്യ മനോഭാവം. വിശ്വഗുരു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ തീവ്ര സ്വേച്ഛാധിപത്യ മനോഭാവമാണ് തോറ്റത്. 97 സീറ്റിന്റെ അല്ല, കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് എന്ത് നിറകേടും കാണിക്കാൻ പറ്റും. ഞാൻ മാത്രമാണ് വിശ്വഗുരു, എന്റെ സൈസ്, എന്റെ ഫുൾ ഫിഗർ, എന്റെ ഫോട്ടോ, കോവിഡ് സർട്ടിഫിക്കറ്റിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടില്ലേ? അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തവൻ പോലും അത് ചുമന്ന് നടക്കേണ്ട ഗതികേടുണ്ടായില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്റ്റേഡിയത്തിന് നരേന്ദ്രമോദി എന്ന് പേരിട്ടു. നമ്മൾ കണ്ടല്ലോ ഫോട്ടോഷൂട്ട്, ഇപ്പൊ കന്യാകുമാരി പോയിരിക്കുന്നു, 140 ക്യാമറയൊക്കെ വെച്ച് 4K ഷൂട്ടിൽ. അപ്പം അല്പൻ എന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിയാണ്. അത് ഇന്ത്യൻ ജനത അനുവദിക്കത്തില്ല. നിങ്ങൾ ഭരിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനിയും ഭരിക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാല് പിടിക്കണം. കാരണം ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. ഏകാധിപതിയിൽ അംഗീകരിക്കത്തില്ല ഇന്ത്യൻ ജനത, അത് അംഗീകരിച്ചിട്ടുമില്ല. ഇവിടെയും പണി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയൻ. ഇവർ രണ്ടുപേരും ഒരേപോലുള്ള രണ്ട് മനുഷ്യർ. ധാർഷ്ട്യം, അഹങ്കാരം, ധിക്കാരം, സ്വേച്ഛാധിപത്യ മനോഭാവം, ബാക്കിയൊക്കെ പോട്ടെ. ഇത് പാടില്ല. കാരണം ജനങ്ങൾ അവരെ നയിക്കാൻ എടുക്കുമ്പോൾ അതിനൊരു ഒരു മിതത്വവും വാക്കുകളിലൊരു ഭംഗിയും എല്ലാവരെയും ചേർക്കുന്ന ഒരു സ്വരമൊക്കെ വേണം. നമ്മൾ കണ്ടല്ലോ ഇവിടുത്തെ മോദി എന്താ ചെയ്യുന്നത്. ഈയിടയ്ക്ക് നമ്മൾ കണ്ടല്ലോ ഒരു മൈക്കൊക്കെ തിരിച്ച് പിടിച്ച് ഒടിച്ചു കളയുകയാണ് ഒരു പബ്ലിക് ഫംഗ്ഷനിൽ. ഒരു പെൺകുട്ടി, ഒരു ആങ്കർ ചെയ്യുന്ന പെൺകുട്ടി നന്ദി എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ല, അവിടെ മുഖത്ത് അടിക്കാൻ പോയത് കണ്ടില്ലേ? വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. അപ്പം ഇവിടുത്തെ മോദിക്കും പണി കിട്ടി, അവിടുത്തെ മോദിക്കും പണി കിട്ടി. ജനങ്ങൾ സുന്ദരമായിട്ട് പണി കൊടുത്തു. ഞാൻ പറയുന്നത് വളരെ മനോഹരമായ സന്തോഷം തോന്നുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ടെക്നിക്കലി ജയിച്ചു, ഭരിക്കാം. ഞാൻ ദൈവമാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നാ പറയുന്നത്. ദൈവം എന്നെ വിട്ടതാണെന്നൊക്കെ പറയുന്ന അത്രയും ഭ്രാന്തായെന്നേ. അധികാരം മൂത്ത് തലയ്ക്ക് വട്ടായി പോയ രണ്ട് മനുഷ്യർക്ക് ഒരേപോലെ പണി കൊടുത്തു. കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ്, CPM-ന് ഒരു സീറ്റ്. സത്യത്തിൽ രാജിവെച്ച് പുറത്തു കൊണ്ടേ ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് നെഞ്ചി കുത്തിയിട്ട് പോയിരിക്കുകയാണ്. ഇറങ്ങിപ്പോ പിണറായി വിജയ, ഇറങ്ങിപ്പോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞിരിക്കുക. എന്തൊരു അഹങ്കാരമാണ് ഈ ബി.ജെ.പിക്കാർക്ക്. ഈ വിശ്വഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. തലക്കിട്ട് അടി കൊടുത്തിരിക്കില്ല, തലക്കിട്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഭയങ്കര കിടുവാണ്, ഭയങ്കര ഫീലാണ് ഈ സാധനം. നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ഒക്കെ ഉണ്ടാക്കിയ ആളാണ്. പുള്ളിയാണ് ഇന്ത്യസ് ഒക്കെ ഉണ്ടാക്കിയത്. ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് ഇത് വർക്കൗട്ട് ആകാൻ കാരണം പുള്ളി ബി.ജെ.പി പോയി. ഇപ്പൊ മിക്കവാറും ഓഫർ കൊടുത്താൽ പുള്ളി ഇപ്പുറത്ത് വരും. പുള്ളി ആര് വിളിച്ചാലും പോവും. ബി.ജെ.പി വിളിച്ചാലും പോവും, ഇവര് വിളിച്ചാലും പോവും. അപ്പൊ ഇപ്പൊ ഉപപ്രധാനമന്ത്രി പദവി കൊടുത്തിട്ടുണ്ട്. ചിലപ്പം എന്ത് സംഭവിക്കും? ഇന്ത്യൻ രാഷ്ട്രീയമാണ്. അതായത് ഒന്നുമില്ലാതിരുന്ന ഐക്യക്ക് ഒരാൾ പ്രധാനമന്ത്രി ആയതാണ്. ആരും അറിയാത്ത HD ദേവഗുണ പ്രധാനമന്ത്രി രാജ്യമാണ്. ചിലപ്പോൾ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാവാം, ചന്ദ്രബാബു നായിഡു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളാണ്. നരേന്ദ്രമോദി ആണ് ഭാരതം. ഭാരതം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ അഹങ്കാരം മാറി കിട്ടിയിരിക്കുന്നു. ഭരിച്ചോട്ടെ. ഇനി ഞാൻ പറയുന്നത് ഇനി ചിലപ്പോൾ ഭരിക്കുമായിരിക്കും, ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമായിരിക്കും. പക്ഷെ എന്താ സംഭവം അറിയോ? നിതീഷ് കുമാർ പറയും, അണ്ണാ അവിടെ നിൽക്ക്, ഞാൻ വരുന്നെന്ന് പറയും. വെയിറ്റ് ചെയ്യും. അതാണ് ആ സാധനം കിടുവാണ്. ഏകാധിപത്യം അത് അംഗീകരിക്കാൻ പറ്റുന്ന സംഭവം. അത് നീയാലും ഞാൻ അംഗീകരിക്കത്തില്ല, ഒരാളെ നമ്മൾ അംഗീകരിക്കത്തില്ല. ഏകാധിപതി ആവാൻ പാടില്ല, ബാക്കിയൊക്കെ നമ്മൾ സഹിക്കും.